ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ടാറ്റു ചെയ്യുന്ന റീൽസ്. ടാറ്റു ചെയ്യുന്നതുകൊണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ? ടാറ്റു ചെയ്യുന്നതുകൊണ്ട് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാം. എങ്കിലും ടാറ്റു ചെയ്യുന്നത് പൂർണ്ണമായും തെറ്റായ കാര്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടാറ്റു ചെയ്യുന്ന ആൾക്കാർ, പ്രൊഫഷണൽസ്, ടാറ്റു ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പലതരത്തിലുള്ള ഇൻഫെക്ഷനുകൾ ടാറ്റു ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബാക്ടീരിയ, വൈറൽ, ഫംഗൽ ഇൻഫെക്ഷനുകളൊക്കെ ടാറ്റുവിന് ശേഷം നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടാറ്റു ചെയ്യുന്നതിന് മുമ്പ് എടുക്കേണ്ട പ്രത്യേകമായ മുൻകരുതലുകൾ എടുക്കുന്നത് ഇത് ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഉപയോഗിക്കുന്ന നീൽസ് മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി കൃത്യമായി ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുകയും ഡിസ്പോസിബിൾ ആയിട്ടുള്ള നീൽസ് വീണ്ടും റീയൂസ് ചെയ്യാതെ ഉപയോഗിക്കാൻ ശ്രദ്ധ വേണം. ടാറ്റു ചെയ്യുന്ന ഏരിയയിൽ പ്രോപ്പറായിട്ടുള്ള ആൻറ്റിസെപ്റ്റിക്കുകൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമായിരിക്കും ടാറ്റു ചെയ്യേണ്ടത്. ഇതുകൂടാതെ ടാറ്റു പിഗ്മെൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹാനികരമായ കെമിക്കലുകൾ അടങ്ങിയ ടാറ്റുകൾ പ്രൊഫഷണൽസ് ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കരുത്. കാരണം അതുമൂലം പലതരത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനം ടാറ്റു മൂലം ഉണ്ടാകുന്ന റിയാക്ഷനുകളാണ്. ടാറ്റു മൂലം അലർജി, അത് ഡെർമറ്റൈറ്റിസ് ആയിട്ടോ ആർട്ടിക്കേരിയ ആയിട്ടോ ചില സമയങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന അനാഫിലാക്സിസ് ആയിട്ടോ വരാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, ഗ്രാനുലോമാറ്റസ് റിയാക്ഷൻ എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ചില അലർജികൾ, രക്തവാതം, വാസ്കുലൈറ്റിസും ചില വളരെ ചെറിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കീലോയിഡ് ടെൻഡൻസി ഉള്ളവർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് കീലോയിഡ് വരാനുള്ള സാധ്യതയുണ്ട്. മുറിവുണങ്ങുമ്പോൾ അനിയന്ത്രിതമായിട്ടുള്ള മുറിവുണങ്ങൽ മൂലം ഉണ്ടാകുന്ന തടിപ്പുകളെയാണ് കീലോയിഡുകൾ എന്ന് പറയുന്നത്. ഓൾറെഡി സോറിയാസിസ്, ലൈക്കൻ പ്ലാനസ്, വിറ്റിലിഗോ, അതായത് വെള്ളപ്പാണ്ട്, ഇത്തരം രോഗങ്ങളുള്ളവർ ടാറ്റു ചെയ്തുണ്ടാകുന്ന മുറിവുകളുടെ ഭാഗത്തേക്ക് ഇത് വരുവാനുള്ള സാധ്യതയും ഉണ്ട്. എന്തെങ്കിലും തരത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉടനെ തന്നെ ഡെർമറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെയോ നിങ്ങൾ കാണേണ്ടതാണ്.